നമസ്കാരം. ഇന്ന് ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി ഇറാന് നേർക്ക് നടത്തിയ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇറാൻ എന്തുകൊണ്ടാണ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് നിരന്തരമായി ഇപ്പോൾ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്? പലർക്കും സ്വാഭാവികമായും ചോദിക്കാൻ തോന്നുന്ന ഒരു ചോദ്യമാണ്. ഇതിൻ്റെ ഉത്തരം വളരെ ലളിതമാണ്. അമേരിക്ക നമ്മൾ ലോക പോലീസ് എന്നാണ് സാധാരണ കളിയാക്കി വിളിക്കാറുള്ളത്. പക്ഷേ അത് ഏതാണ്ട് ശരിയാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് അമേരിക്കൻ സൈന്യത്തിൻ്റെ പ്രവർത്തനം. ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ അവർക്ക് സൈനിക താവളങ്ങളുണ്ട്. ഏതാണ്ട് 51 രാജ്യങ്ങളിലായി 128 സൈനിക താവളങ്ങളാണ് അമേരിക്കയ്ക്കുള്ളത്. ഇതിലേറ്റവും അധികം സൈനിക താവളങ്ങളുള്ളത് ഗൾഫ് മേഖലയിലാണ്. അതുതന്നെയാണ് ഇറാനെ അമേരിക്കയുടെ ഗൾഫിലെ താവളങ്ങൾ ആക്രമിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഒട്ടുമിക്ക ഗൾഫ് രാജ്യങ്ങളിലും അമേരിക്കയ്ക്ക് സൈന്യ താവളമുണ്ട്. അവിടുത്തെ ആഭ്യന്തര സുരക്ഷയുടെ കാര്യങ്ങൾ പോലും ചില രാജ്യങ്ങൾ നിയന്ത്രിക്കുന്നത് അമേരിക്കയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ ആസ്ഥാനങ്ങളെ ലക്ഷ്യമാക്കി ഇറാൻ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ ഗൾഫ് മേഖലയിലെ ഏറ്റവും വലിയ സൈനിക താവളമുള്ളത് ഖത്തറിലാണ്. അൽ ഉദൈദ് എന്ന വലിയൊരു സൈനിക താവളമാണ് ഖത്തറിലുള്ളത്. ഇത് ഖത്തറിലെ പ്രധാന മേഖലയ്ക്ക് പുറത്ത്, അതായത് മരുഭൂമിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മാത്രം 10,000-ഓളം അമേരിക്കൻ സൈനികരുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. മാത്രമല്ല അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മിസൈൽ സംവിധാനങ്ങൾ, യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ വലിയൊരു ആയുധ ശേഖരം അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനം തന്നെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഒരുപക്ഷെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്കുമൊക്കെ തന്നെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പറന്നു വരാനും അവിടെ എത്താനുമൊക്കെയുള്ള സംവിധാനമുള്ള നിരവധി F-16, F-22 ഇനത്തിൽപ്പെട്ട ഒരുപാട് വിമാനങ്ങളൊക്കെ തന്നെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഏതായാലും ഇറാൻ പ്രധാനമായും ലക്ഷ്യമിടുന്നത് ഈ സൈനിക താവളമാണ്. കാരണം ഗൾഫിലെ ഏറ്റവും വലിയ അമേരിക്കയുടെ സൈനിക താവളം തകർത്താൽ അത് അവർക്ക് വലിയൊരു വിജയമായി മാറുമെന്നറിയാം. പക്ഷേ അത്ര നിസ്സാര കാര്യമല്ല. കാരണം അത്രയും സുരക്ഷാ സംവിധാനങ്ങളാണ് അമേരിക്കൻ സൈന്യം ഈ ഖത്തറിലെ അൽ ഉദൈദ് വ്യോമസേന താവളത്തിൽ ഒരുക്കിയിരിക്കുന്നത്. 10,000-ഓളം സൈനികരും കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാൻ കഴിയും അത്രത്തോളം സജ്ജമായ ഒരു സൈനിക താവളമാണ് ഈ അൽ ഉദൈദിൻ്റേത്. രണ്ടാമത്തത് ബഹ്റിനിലെ കാര്യം എടുക്കാം. അമേരിക്കൻ നാവികസേനയുടെ 5ാം കപ്പൽപ്പട സ്ഥിതി ചെയ്യുന്നത് ബഹ്റിനിലാണ്. 1948 മുതൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു ബന്ധം അമേരിക്കയും ബഹ്റൈനുമായിട്ട് ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും രസകരമായ കാര്യം. അന്നു മുതൽ തന്നെ അമേരിക്കയുടെ സുരക്ഷാ കാര്യങ്ങളിലൊക്കെ തന്നെ അവർ വളരെ ശ്രദ്ധ പുലർത്തുന്നുണ്ട്. ഇന്ന് അമേരിക്കയുടെ 5ാം കപ്പൽപ്പടയ്ക്കെതിരെ ഇറാൻ മിസൈൽ അയച്ചതായിട്ട് തന്നെ വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ആ മിസൈൽ ആക്രമണം പോലും വിജയിച്ചില്ല എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ കഴിയും. അത്രത്തോളം ശക്തമായ സംവിധാനങ്ങളാണ് അവിടെ അമേരിക്ക ഒരുക്കിയിട്ടുള്ളത്. നിരീക്ഷണ വിമാനങ്ങൾ, ടാങ്കർ ഇന്ധനം നിറയ്ക്കൽ, പാട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ, മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ പിന്തുണയ്ക്കുന്നതിനുള്ള മറ്റ് സാങ്കേതിക വിദ്യകളെല്ലാം തന്നെ ഈ വിമാനത്താവളത്തിലുണ്ട്. അടുത്തത് കുവൈറ്റാണ്. കുവൈറ്റിൽ അമേരിക്കയ്ക്ക് നിരവധി സൈനിക താവളങ്ങളുണ്ട്. നമുക്കറിയാം 1990-ൽ ഇറാഖ് സദാം ഹുസൈൻ പ്രസിഡൻ്റായിരുന്ന കാലത്ത് ഇറാഖ് കുവൈറ്റിലേക്ക് നടത്തിയ അധിനിവേശവും തുടർന്ന് കുവൈറ്റിന് രക്ഷയ്ക്കായി അമേരിക്ക എത്തിയ സംഭവമൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കുവൈറ്റിനെ പോലെയുള്ള ഒരു രാജ്യത്തിന് ഇപ്പോഴും സുരക്ഷ ആവശ്യമുണ്ട് എന്നുള്ള കരുതി അങ്ങനെ ഏതാണ്ട് 8ഓളം സ്ഥലങ്ങളിൽ, കുവൈറ്റിലെ 8ഓളം സ്ഥലങ്ങളിലാണ് അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങളുള്ളത്. കുവൈറ്റിൻ്റെ പൂർണ്ണമായ സുരക്ഷ ഉറപ്പാക്കുന്നത് തന്നെയാണ് ഈ ഒരു സംവിധാനം. അടുത്തത് UAE ആണ്. അബുദാബിയിലെ അൽ ദഫ്ര എയർബേസിലാണ് അമേരിക്കയുടെ സൈനിക താവളം ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇവിടെയും വലിയ തോതിലുള്ള എല്ലാ സന്നാഹങ്ങളും അമേരിക്ക നേരത്തെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. കാരണം UAE പോലെയുള്ള വളരെ സമ്പന്നമായൊരു രാജ്യത്ത് ഒരു പക്ഷേ ഏത് നിമിഷം വേണമെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ആക്രമണം ഉണ്ടാകും എന്നുള്ള മുൻകരുതൽ കൂടി എടുത്തുകൊണ്ട് തന്നെയാണ് ഇവിടെ അമേരിക്ക സുശക്തമായ രീതിയിലുള്ള അവരുടെ സൈനിക താവളം ഒരുക്കിയിരിക്കുന്നത്. അടുത്തത് ഇറാഖാണ്. ഇറാഖിലെ അവിടുത്തെ സുരക്ഷ മാത്രമല്ല, ആഗോള തീവ്രവാദ സംഘടനകൾ പോലെ IS പോലുള്ള സംഘടനകളൊക്കെ തന്നെ ഈ മേഖലയിൽ വളരെ സജീവമാണ്. അവരെ നേരിടുക എന്നുള്ളൊരു ദൗത്യം കൂടി അമേരിക്കയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാഖിലും ഇപ്പോൾ അവിടെ അമേരിക്കൻ സൈന്യം സജീവമാണ്. മാത്രമല്ല ഇറാഖിലെ സദാം ഹുസൈൻ ഭരണത്തെ അട്ടിമറിച്ചതിന് ശേഷം സദാമിനെ തൂക്കിക്കൊല്ലുകയും ചെയ്ത കാര്യം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇറാഖിൻ്റെ പ്രത്യേക സുരക്ഷയും ഇപ്പോൾ അമേരിക്കയുടെ കൈവശമാണ് ഉള്ളത്. ഇറാഖിനെ അമേരിക്ക തകർത്തു എന്നുള്ള ഒരു ആരോപണം നേരത്തെ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ പോലും ഇറാഖിൻ്റെ നിലവിലെ സുരക്ഷ ഇപ്പോൾ നോക്കുന്നത് അമേരിക്ക തന്നെയാണ്. അടുത്തത് സൗദി അറേബ്യയാണ്. സൗദി അറേബ്യയിലും അമേരിക്ക വലിയ തോതിൽ സൈനിക വിന്യാസം നടത്തിയിട്ടുണ്ട്. അവരുടെ സൈനിക താവളങ്ങളുണ്ട്. സൗദി അറേബ്യ പോലെ ലോകത്തെ ഒരുപക്ഷെ ഏറ്റവും അധികം എണ്ണ ഉൽപ്പാദനം നടക്കുന്ന രാജ്യങ്ങളിലൊക്കെ തന്നെ അമേരിക്കയുടെ സുരക്ഷാ സൈനികർ എല്ലായിടത്തും അവർ നിലയുറപ്പിച്ചിട്ടുണ്ട്. സൗദി അറേബ്യയുടെ ശരിക്കും പറഞ്ഞാൽ പൂർണ്ണമായ സുരക്ഷ വേണമെങ്കിൽ അമേരിക്കയുടെ കൈവശമാണ് എന്ന് വേണമെങ്കിൽ പോലും പറയാം. അത്രത്തോളം സൈനിക താവളങ്ങളും സംവിധാനങ്ങളുമൊക്കെയാണ് അവർ സൗദി അറേബ്യയ്ക്കായി ഒരുക്കിയിട്ടുള്ളത്. ഈജിപ്തിലും സിറിയയിലും യമനിലും ഒക്കെ തന്നെ അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങളുണ്ട്. പക്ഷേ ഗൾഫ് രാജ്യങ്ങളിലെ പോലെ അത്രയും വിപുലമായ രീതിയിലല്ല അവിടെ ഈ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നതെന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. അവർക്ക് പരിമിതമായ സംവിധാനങ്ങൾ മാത്രമാണ് ഈ രാജ്യങ്ങളുള്ളത്. പക്ഷേ ഗൾഫ് രാജ്യങ്ങളുടെ മൊത്തം ചുമതല നമുക്ക് ഈ പറഞ്ഞ രാജ്യങ്ങളുടെ പട്ടിക പരിശോധിക്കുമ്പോൾ അവിടുത്തെ മൊത്തം സുരക്ഷാ സംവിധാനങ്ങൾ ആ രാജ്യത്തെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ള ചുമതല തന്നെയാണ് അമേരിക്ക ഏറ്റെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ്
ഇറാന് അമേരിക്കയിൽ പോയി അല്ലെങ്കിൽ വാഷിങ്ടണിലോ ന്യൂയോർക്കിലോ ഒന്നും ആക്രമണം നടത്താൻ കഴിയാത്തൊരവസ്ഥയിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഗൾഫ് മേഖലയിലുള്ള അടുത്തുള്ള ഗൾഫ് മേഖലയിലുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ആക്രമിച്ച് തകർക്കുക എന്നുള്ളത് തന്നെയാണ്. അമേരിക്കയുടെ ഏതെങ്കിലും ഒരു സൈനിക താവളമെങ്കിലും ആക്രമിച്ച് തകർത്താൽ അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കനത്ത തിരിച്ചടിയായി മാറുമെന്നുള്ള കാര്യവും ഉറപ്പാണ്. ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇറാൻ ഈ ഗൾഫ് മേഖലയിലെ പ്രധാനപ്പെട്ട അമേരിക്കൻ താവളങ്ങൾ ലക്ഷ്യമാക്കുന്നത്. പക്ഷേ അമേരിക്കൻ താവളങ്ങളൊന്നും തന്നെ ഇതേവരെ അവർക്ക് തകർക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അമേരിക്ക എത്രമാത്രം പ്രതിരോധ ശേഷിയിൽ മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതിൻ്റെ കൂടി തെളിവായി മാറുകയാണ്.